ഹലോ എവ്രിവൺ, KS ട്യൂട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എക്കോണമിയുടെ ഫസ്റ്റ് മോഡ്യൂളിലുള്ള ന്യൂ എക്കണോമിക് റിഫോംസ്, ഇന്ത്യൻ എക്കോണമി ഇൻ പോസ്റ്റ് റിഫോം പീരിയഡ് എന്നിങ്ങനെ ചില ടോപ്പിക്കുകളാണ്. 90കളുടെ ആദ്യം വളരെ ഗൗരവമേറിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു. രാജ്യത്തിൻ്റെ വിദേശ നിക്ഷേപം വളരെയധികം കുറയുകയും അത് ഇറക്കുമതിയെയും വിദേശത്തു നിന്നുള്ള വായ്പയുടെ തിരിച്ചടവിനെയും സാരമായി ബാധിക്കുകയും ചെയ്തു. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ചരിത്രം ആരംഭിക്കുന്നത് 70കളുടെ അവസാനമാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നത് മിക്ക രാജ്യങ്ങളുടെയും സാമ്പത്തിക ഭദ്രതയെ സാരമായി ബാധിച്ചു. ഇന്ത്യയിൽ കറണ്ട് അക്കൗണ്ട് കമ്മി കുതിച്ചുയരുന്നതിന് ഇത് കാരണമായി. കമ്മി നിയന്ത്രിക്കുവാൻ കാര്യമായ ഒരു ശ്രമവും നടന്നില്ല. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും മറ്റും കടം വാങ്ങി ഈ പ്രശ്നത്തെ അതിജീവിച്ചുവെങ്കിലും അത് താൽക്കാലികമായ ഒരു സൊല്യൂഷൻ മാത്രമായിരുന്നു. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിലും ഇടിവുണ്ടായി. രൂപയുടെ മൂല്യം വർദ്ധിച്ചത് ഇതിന് ഒരു പ്രധാന കാരണമായിരുന്നു. 1980കളിൽ 86 മുതൽ വിനിമയ നിരക്കിൽ ഇടിവ് സംഭവിച്ചത് മൂലം കയറ്റുമതി വർദ്ധിച്ചുവെങ്കിലും പലിശയുടെ തിരിച്ചടവും ഇറക്കുമതിയിൽ ഉണ്ടായ വർധനയും മൂലം അതിന് കാര്യമായ ചലനങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. പ്രതിസന്ധിയുടെ മറ്റൊരു കാരണം ധനവ്യയ രംഗത്തുണ്ടായ ചില പ്രശ്നങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് 1947 ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന്. ഗവൺമെന്റ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റൽ പോളിസീസിന് വേണ്ടി, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഒരുപാടധികം പണം ചിലവാക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിനുണ്ടായിരുന്നു. വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഹ്രസ്വകാലത്തിലുള്ള വരവ് വളരെ കുറവായിരിക്കും. എങ്കിലും ഒരു വെൽഫെയർ സ്റ്റേറ്റിന് അത്തരം ചെലവുകൾ ഒഴിച്ചുകൂടാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ ബാക്കിയുള്ള ചെലവിൽ പരമാവധി ക്ഷമത കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, പാഴ്ചെലവുകളും അതിനെ തുടർന്നുണ്ടായ കടവും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നെ 80കളുടെ അവസാനത്തോടുകൂടി അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിലയിൽ വർധനവുണ്ടായി. ഇതോടൊപ്പം തന്നെ 1991 ഉണ്ടായ ഗൾഫ് വാർ ഇന്ത്യയെ വളരെ നെഗറ്റീവായി ബാധിച്ചു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയും കൂടി ആയപ്പോഴേക്കും ഒരു ചെറിയ മൈനർ ഓയിൽ ഷോക്ക് പോലും താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് ഇക്കോണമി എത്തി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ഇടിയുകയും ക്രെഡിറ്റ് റേറ്റിംഗിൽ ഇന്ത്യ പിന്നോക്കം പോവുകയും ഉണ്ടായി. ഇനി എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ വൈ വേർ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് ഒന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് 3 നമുക്ക് ഒരു ക്രൈസിസ് ഒറിജിനേറ്റ് ചെയ്തത് 3 നമുക്ക് തിരിക്കാൻ പറ്റും. 1 അൺസസ്റ്റൈനബിൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, 2 അൺസസ്റ്റൈനബിൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, 3 ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നോക്കുകയാണെങ്കിൽ 1980കളിൽ 1981-82 5% ഓഫ് GDP മാത്രമായിരുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് 1990-91 ആയപ്പോഴേക്കും 8% ഉയരുന്നതായാണ് കാണുന്നത്. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നികത്താൻ വേണ്ടി, മീറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ബോറോയിങ് ചെയ്യേണ്ട ആവശ്യം വന്നു. ഇന്റേണൽ ബോറോയിങ് ആണ് കൂടുതലായും ചെയ്തത്. ഡൊമസ്റ്റിക് ബോറോയിങ് 1991-92 49.7% ഓഫ് GDP ആയിരുന്നു ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ബോറോയിങ്. ഇപ്പൊ ബോറോയിങ് കൂടുമ്പോൾ തീർച്ചയായും തിരിച്ചടവിന്റെ ബർഡൻ വരുന്നു. അതോടൊപ്പം തന്നെ ഡെറ്റ് സർവീസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റ്, അങ്ങനെയുള്ള ബർഡൻസ് ഒരുപാട് വരുന്നു. നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ 1990-91 ടോട്ടൽ സെൻട്രൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന്റെ 22% ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത്രയും അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ അൺസസ്റ്റൈനബിൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അഥവാ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തു. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള അന്തരം വളരെ ഗണ്യമായി തീർന്നു. അൺസസ്റ്റൈനബിൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു BOP സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്നു. 1980-81 1.35% ഓഫ് GDP മാത്രമായിരുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് 1990-91 ആയപ്പോഴേക്കും 3.69% ഓഫ് GDP ആയി ഉയരുന്ന സിറ്റുവേഷൻ. ഇത് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി, ഡെഫിസിറ്റ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ബോറോയിങ് ഫ്രം അബ്രോഡ്, വിദേശത്തു നിന്നുള്ള
കടത്തെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡെറ്റ് 1980-81 12% 12% ഓഫ് GDP മാത്രമായിരുന്ന എക്സ്റ്റേണൽ ഡെറ്റ് 1990-91 ആയപ്പോഴേക്കും 23% ഉയർന്നു. ഡൊമസ്റ്റിക് ബോറോയിങ് പോലെ തന്നെ ഫോറിൻ ബോറോയിങ് ചെയ്യുമ്പോഴും എക്സ്റ്റേണൽ ഡെറ്റ് ബർഡൻ, അതോടൊപ്പം തന്നെ ഡെറ്റ് സർവീസ് ചെയ്യുന്ന ബർഡൻ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും കൂടുതലായി വന്നു. 1991 ആയപ്പോഴേക്കും വളരെ വളരെ പരിതാപകരമായ സിറ്റുവേഷൻ ആയിരുന്നു. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡ്രോപ്പ് ചെയ്ത് 10 ദിവസത്തെ ഇമ്പോർട്ട് പോലും 10 ദിവസത്തേക്കുള്ള ഇമ്പോർട്ട് ഫിനാൻസ് ചെയ്യാനുള്ള എമൗണ്ട് പോലും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ ഇല്ല എന്നുള്ള ലെവലിലേക്ക് താന്നു. മൂന്നാമതായിട്ട് നിലനിന്നിരുന്ന പ്രശ്നം ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ ആണ് നിലനിന്നിരുന്നത്. നമ്മൾ 1990-91 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ 12% പെർസെന്റേജ് ആണ് ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നത്. ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, 3 വളരെ നല്ല ഗുഡ് മൺസൂൺസ് കിട്ടിയിട്ടും ഫുഡ് പ്രൈസസ് വളരെയധികം സോർ ചെയ്യുന്ന, വളരെ ഹൈ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ നല്ല മൺസൂൺ ഉള്ള പീരീഡിൽ നല്ല ഹാർവെസ്റ്റ് ഉണ്ടാവും, നല്ല സപ്ലൈ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഫുഡ് പ്രൈസസ് ഉയരേണ്ട കാര്യമേ ഇല്ല. എങ്കിലും 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള മൺസൂൺസ് ഉണ്ടായിട്ട് പോലും ഫുഡ് പ്രൈസസ് വളരെയധികം ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. അപ്പോൾ അത് കാണിക്കുന്നത് വലിയ ഡെഫിസിറ്റും അതോടൊപ്പം തന്നെ മോണിറ്റൈസേഷൻ ഓഫ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് കാരണം എക്സസീവ് ഗ്രോത്ത് ഓഫ് മണി സപ്ലൈ വളരെയധികം എക്കോണമിയിൽ ഹൈ ആവുന്ന സിറ്റുവേഷൻ വന്നു. അതോടൊപ്പം തന്നെ സപ്ലൈ ഡിമാൻഡ് ഇംബാലൻസസും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്രൈസിസിലേക്ക് ഇത് നയിച്ചത്. ഈ പരിതസ്ഥിതിയിലാണ് അന്താരാഷ്ട്ര നാണയനിധിയെയും ലോകബാങ്കിനെയും ഇന്ത്യ സഹായത്തിനായി സമീപിക്കുന്നത്. IMFന്റെ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി പ്രോഗ്രാമിലാണ് BOP ക്രൈസിസ് അഡ്രസ് ചെയ്യാൻ വേണ്ടി കൺട്രീസിന് എക്സ്റ്റേണൽ കറൻസി സപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ IMF വെക്കുന്ന കണ്ടീഷൻസ് ഓരോ കൺട്രിയും ഫോളോ ചെയ്യേണ്ടതാണ്. ഇന്ത്യക്ക് കടം നൽകുമ്പോൾ ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ, ആഗോളവൽക്കരണ നടപടികൾ ഉണ്ടാകണമെന്നും സർക്കാർ ഇടപെടലും കമ്പോള നിയന്ത്രണങ്ങളും കുറച്ചു കൊണ്ടുവരണമെന്നുമുള്ള വ്യവസ്ഥകളാണ് ഈ സ്ഥാപനങ്ങൾ മുമ്പോട്ട് വെച്ചത്. വ്യവസ്ഥകളെ ഇന്ത്യ അംഗീകരിക്കുകയും പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിൽ വരുത്തുകയും ചെയ്തു. IMF പുട്ട് ഫോർത്ത് ചെയ്തിരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ഒന്ന് വായിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നോട്ട്സിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കാം. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക നയം. സമ്പദ് വ്യവസ്ഥയിൽ മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കമ്പോള പ്രവേശനത്തിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനും പ്രത്യേക ഊന്നൽ നൽകി. പ്രോസസ് ഓഫ് റിഫോം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ 3 പ്രോസസ്സുകളിലൂടെയാണ് ഇന്ത്യയിൽ റിഫോം കംപ്ലീറ്റ് ചെയ്തത്. LPG നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ ആണ് ഇറ്റ് ഷോസ് ദ ഡയറക്ഷൻ ഓഫ് റിഫോം, while privatization കാണിക്കുന്നത് the path of reform and globalization shows the ultimate goal of reform. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉദാരവൽക്കരിക്കുന്ന നയങ്ങളെയാണ് നമ്മൾ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഉടമസ്ഥതയിൽ ഉള്ള സ്ഥാപനങ്ങൾ അതിന്റെ നടത്തിപ്പ് സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഇത് 2 രീതിയിൽ നടപ്പാക്കാറുണ്ട്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാരിനുള്ള ഉടമസ്ഥതയിൽ നിന്നും നടത്തിപ്പിൽ നിന്നും പിൻവാങ്ങുന്നതിലൂടെ. 2, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെ. നമ്മൾ ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് ഏറ്റവും അധികം കേൾക്കുന്ന ഒരു ടേം ആണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മറ്റ് സമ്പദ് വ്യവസ്ഥകൾക്ക് മുൻപിൽ ഇടപാടുകൾക്കായി തുറന്നു കൊടുക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് സർക്കാർ സ്വീകരിച്ച നയങ്ങളെ 2ആയി തിരിക്കാം. 1, സുസ്ഥിരവൽക്കരണ നടപടികളും 2, ഘടനാപരമായ ക്രമീകരണ നടപടികളും. അതായത് മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ആൻഡ് സ്ട്രക്ചറൽ റിഫോംസ്. അപ്പൊ മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിൽ വരുന്നത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂട്ടുക, അതുവഴി ഡൊമസ്റ്റിക് ഡിമാൻഡിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക. ഇതിനു വേണ്ടിയുള്ള മെഷേഴ്സ് ആണ് മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിന്റെ ഉള്ളിൽ വരുന്നത്.
അപ്പൊ അതിൽ മെയിൻ ആയിട്ട് 3 മെഷേഴ്സ് ആണുള്ളത്. 1 കൺട്രോൾ ഓഫ് ഇൻഫ്ലേഷൻ, 2 ഫിസ്ക്കൽ കറക്ഷൻ, 3 ഇംപ്രൂവിംഗ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് 1990-91 ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അബൌട്ട് 10% ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ അത് താഴ്ത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി ഡിസിപ്ലിൻ അത്യാവശ്യമായിരുന്നു. അലോങ് വിത്ത് ദാറ്റ് എക്കോണമിയിലുള്ള ഔട്ട്പുട്ടും സപ്ലൈയും ഇൻക്രീസ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എസ്പെഷ്യലി ആദ്യത്തെ പോസ്റ്റ് റിഫോം ഇയേഴ്സിലെ 3 വർഷത്തെ ആവറേജ് നോക്കുകയാണെങ്കിൽ 10.7% ആയിട്ടാണ് ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. പിന്നീടും അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസസും വളരെ വലിയ ഫിസിക്കൽ ഡെഫിസിറ്റും ഒക്കെ മൂലം ഇൻഫ്ലേഷൻ ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. പിന്നെ ഫ്യൂവൽ പ്രൈസസ് ഹൈ ആയിരിക്കുന്ന എല്ലാ വർഷങ്ങളിലും ഇവിടെ ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇനി രണ്ടാമത് വരുന്നത് ഫിസിക്കൽ കറക്ഷൻ ആണ്. ഫിസിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഇസ് നെസസറി ഫോർ 2 തിങ്സ്. ഒന്ന്, ഹൈ ആയിട്ടുള്ള ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, ആൻഡ് 2 ബാലൻസ് ഓഫ് പേയ്മെന്റ്സിലുള്ള ഹൈ ഡെഫിസിറ്റിനെ കൺട്രോൾ ചെയ്യുക. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഫിസിക്കൽ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 2004 ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് പാസ് ചെയ്യുന്നത്. അതിനുശേഷം ഫിസിക്കൽ ഡെഫിസിറ്റിൽ ഒരു കുറവ് കണ്ടുവരുന്നുണ്ട്. പക്ഷെ 2008-9 മാത്രമാണ് പിന്നീട് ഒരു വളരെ ഹൈ ആയിട്ടുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് വന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡൊമസ്റ്റിക് എക്കോണമിയിലും ഗവൺമെന്റിന് ഒരുപാട് കൺസെഷൻസും ഹൈ ആയിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറും ഒക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ആ വർഷം കുറച്ച് ഫിസിക്കൽ ഡെഫിസിറ്റ് വളരെ ഹൈ ആയിരുന്നു. പിന്നെ ഇന്ത്യയുടെ ഫിസിക്കൽ ഇംബാലൻസിന്റെ ഏറ്റവും മേജർ റീസൺ എന്ന് പറയുന്നത് ഹൈ ലെവൽ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ദാറ്റ് ദ ഗവൺമെന്റ് ഷുഡ് റെഡ്യൂസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ടു അറൌണ്ട് 25% ഓഫ് GDP. പക്ഷേ പബ്ലിക് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് വെൽഫെയർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ സെക്ടേഴ്സും ഒക്കെ സഫർ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. Therefore, കൺട്രോൾ വരേണ്ടത് റവന്യൂ എക്സ്പെൻഡിച്ചർ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതായത് ഡിഫൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ, സബ്സിഡി പേയ്മെന്റ്സ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, ഇങ്ങനെയുള്ള മേഖലകളിൽ വേണം എക്സ്പെൻഡിച്ചർ റിഡക്ഷൻ കൊണ്ടുവരാൻ. പിന്നെ വേറൊരു മെത്തേഡ് എക്സ്പെൻഡിച്ചർ റിഡക്ഷൻ കൊണ്ടുവരാനുള്ള ഫിസിക്കൽ അഡ്ജസ്റ്റ്മെന്റിനുള്ള വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് അഡീഷണൽ റിസോഴ്സ് മൊബിലൈസേഷൻ ആണ്, ബോത്ത് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റിസോഴ്സസിലൂടെ. അപ്പൊ ടാക്സ് റവന്യൂ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ബ്രോഡനിങ് ദ ടാക്സ് ബേസ് പ്ലസ് റാഷണലൈസിംഗ് ടാക്സ് റേറ്റ്സ്. പിന്നെ നോൺ ടാക്സ് സോഴ്സസിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റിഫയബിൾ ആയിട്ട് പബ്ലിക് യൂട്ടിലിറ്റീസിലെ ചാർജസ് കൂട്ടുക, അതായത് ഇലക്ട്രിസിറ്റി, ഇറിഗേഷൻ അങ്ങനെയുള്ള ചാർജസ് കൂട്ടുക. പക്ഷേ ഫിസിക്കൽ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു മോഡസ്റ്റ് പെർഫോമൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് അഡ്ജസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്ത്യൻ എക്കോണമി പോസ്റ്റ് റിഫോം പീരിയഡിൽ കാണുന്നത്. 1990-91 വെറും $2.2 ബില്യൺ ആയിരുന്ന എക്സ്ചേഞ്ച് റിസർവ്സ് ഇപ്പോ മോർ ദാൻ $500 ബില്യൺ ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ 2008-9 ഫിനാൻഷ്യൽ ക്രൈസിസ്, ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇന്ത്യയെ അധികം അഫക്ട് ചെയ്യാത്തത് ഇവിടെ ഉണ്ടായിരുന്ന മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി മൂലമാണ്. അപ്പൊ എന്തായാലും ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് കറക്ഷനിൽ പോസ്റ്റ് റിഫോം പീരിയഡിൽ ഇന്ത്യ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ജൂലൈ 1991 റുപ്പി ഡിവാല്യൂ ചെയ്യുന്നത് ബൈ അബൌട്ട് 18-19% ആയിട്ടാണ് റുപ്പി ഡിവാല്യൂഷൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. അതായത് 92-93 ബഡ്ജറ്റിൽ ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ പതിയെ ഒരു മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ ആണ് ഇന്ത്യയിൽ ഉണ്ടായത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് ആണ്. സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് മെയിൻ ആയിട്ടും എക്കോണമിയുടെ അഗ്രിഗേറ്റ് സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസ് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മെഷേഴ്സ് ആണ് സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് എക്കണോമിയെ ലിബറലൈസ് ചെയ്യുക, അൺഷാക്കിൾ ചെയ്യുക, കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കുക, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പോളിസീസ് ആണ് വരുന്നത്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പോളിസീസ് ആണ് വരുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ നോട്ടത്തിൽ സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് പ്രോ റിച്ച് അല്ലെങ്കിൽ പ്രോ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് കാണാനുള്ള അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് പെട്ടെന്നാണ്, സപ്ലൈയും പ്രൊഡക്ഷനും പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ആളുകളുടെ കയ്യിലേക്ക് ഇൻകം എത്താനായിട്ട് കുറച്ചും കൂടെ ഒരു ടൈം ലാഗ് വരും. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ റിഫോംസ് പ്രൈമ ഫേസി അത് വളരെ പ്രോ റിച്ച് അല്ലെങ്കിൽ പ്രോ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി ആയിട്ട് തോന്നാം.
ഓൾസോ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത രാജ്യമാണെങ്കിൽ, കണ്ടിന്യൂസ്ലി പവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണെങ്കിൽ അതിന് സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പബ്ലിക് സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരുപാട് ഹൈ ലെവൽ ഓഫ് ക്രിറ്റിസിസം വരാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ലൈക്ക് ഇന്ത്യയുടെ കേസ് അത് തന്നെയായിരുന്നു. സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സിൽ മെയിൻ ആയിട്ട് 4 കാര്യങ്ങളാണ് വരുന്നത്. 1 ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ ഫ്ലോ റിഫോംസ്, 2 ഇൻഡസ്ട്രിയൽ ഡീറെഗുലേഷൻ, 3 ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് എന്റർപ്രൈസ് റിഫോംസ്, 4 ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ ഫ്ലോസ് റിഫോംസ് ആണ്. അപ്പോൾ 1991 തന്നെ വി ഓൾറെഡി സെറ്റ് ഗവൺമെന്റ് ഹാസ് ഡീവാല്യൂഡ് ദ ഇന്ത്യൻ റുപ്പി. 18 to 19% ആയിട്ടാണ് ഡിവാല്യൂ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ ആ ഡിവാല്യൂവേഷൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് കൺവേർട്ടബിലിറ്റി ഓഫ് ദ റുപ്പി, ആദ്യം ട്രേഡ് അക്കൗണ്ടിൽ മാത്രമായിരുന്നു, പിന്നെ എൻറ്റയർ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിന് ഫുൾ കൺവേർട്ടബിലിറ്റി ഓഫ് റുപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ ലിബറലൈസേഷൻ ഓഫ് ഫോറിൻ ട്രേഡ് റെജീം, ഫിസിക്കൽ കൺട്രോൾസ് ഒക്കെ മോസ്റ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്തു. അതോടൊപ്പം തന്നെ ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്തു. ആൻഡ് മെനി ഐറ്റംസ് വെർ ഷിഫ്റ്റഡ് ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് ഇമ്പോർട്ട് ലൈസൻസിങ്. പിന്നെ 91-92 നോക്കുകയാണെങ്കിൽ കസ്റ്റംസ് ടാരിഫ് റെഡ്യൂസ് ചെയ്യുന്ന മെഷേഴ്സ് 91-92 ബഡ്ജറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 300% നിന്ന് 150% ആയിട്ടാണ് 91-92 ബഡ്ജറ്റിൽ കസ്റ്റംസ് ടാരിഫ് റെഡ്യൂസ് ചെയ്തത്. പിന്നെ സബ്സിക്വന്റ് ബഡ്ജറ്റ്സിലായിട്ട് ടാരിഫ് റെഡ്യൂസ് ചെയ്ത് വന്നു. കറന്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് വളരെയധികം റാഷണലൈസ്ഡ് ആണ്. അതായത് ഇന്റർനാഷണൽ കമോഡിറ്റീസും ഡൊമസ്റ്റിക് കമോഡിറ്റീസും തമ്മിലുള്ള ഒരു പ്രൈസ് പാരിറ്റി വരുന്ന രീതിയിലുള്ള കസ്റ്റംസ് ടാരിഫ്സ് ആണ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ഡീകനാലൈസേഷൻ ഓഫ് ട്രേഡ് ഐറ്റംസ്. ഏർലിയർ large number of exports and imports were canalized through public sector agencies. അപ്പോൾ അത് മാറ്റിയിട്ട് ലാർജ് നമ്പർ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഐറ്റംസ് ഡീകനലൈസ് ചെയ്തു. അതായത് എക്സ്റ്റേണൽ സെക്ടറിന്റെ ഒരുപാട് ഏരിയാസ് പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ ചെയ്യുന്നു. ഓൾസോ ദ ഗവൺമെന്റ് ഹാസ് ലിബറലൈസ്ഡ് ക്യാപിറ്റൽ ഫ്ലോസ് ഇൻ ദ ഫോം ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡീറെഗുലേഷൻ ആണ്. പെർഹാപ്സ് റിഫോം പീരിയഡിന്റെ ഏറ്റവും വലിയ മെഷർ അല്ലെങ്കിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിരിക്കാം ഇൻഡസ്ട്രിയൽ ഡീറെഗുലേഷൻ. ബിക്കോസ് ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ്, റെഗുലേറ്റഡ് എൻട്രി ആസ് വെൽ ആസ് എക്സ്പാൻഷൻ. പിന്നെ റിസർവേഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് ഫോർ ദ പബ്ലിക് സെക്ടർ ആസ് വെൽ ആസ് സ്മോൾ സ്കെയിൽ സെക്ടർ. ടൈം കൺസ്യൂമിംഗ് പ്രൊസീജിയർ ആയിരുന്നു എക്സിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ്, അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾസ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനീസിന്റെ മേലിൽ ഉണ്ടായിരുന്ന സൈസ് ലിമിറ്റ് അബോളിഷ് ചെയ്തത്, മൊണോപ്പൊളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് സ്ക്രാപ്പ് ചെയ്തതുകൊണ്ട് തന്നെ കമ്പനീസിനുള്ള എക്സ്പാൻഷൻ ലിമിറ്റ് കുറച്ചു. അപ്പൊ അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കമ്പനീസ് ആർ ഏബിൾ ടു, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആർ ഏബിൾ ടു ഗ്രോ ടു ഓപ്റ്റിമം സൈസ് ആൻഡ് അവർക്ക് ബെനിഫിറ്റ്സ് ഓഫ് എക്കോണമീസ് ഓഫ് സ്കെയിൽ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ്ലി ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ പോളിസി സിംപ്ലിഫൈഡ് ആൻഡ് ലിബറലൈസ്ഡ്. തേർഡ് നോക്കുകയാണെങ്കിൽ ഫേസ്ഡ് മാനുഫാക്ചറിംഗ് പ്രോഗ്രാം, അതായത് ഡൊമസ്റ്റിക് മാനുഫാക്ചേഴ്സ് അവരുടെ ഡൊമസ്റ്റിക് ഇൻപുട്ട് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യേണ്ട കണ്ടീഷൻ, ദാറ്റ് വാസ് ഓൾസോ ലിബറലൈസ്ഡ്. പിന്നെ എൻട്രി ബാരിയേഴ്സ് വളരെയധികം കുറയ്ക്കുകയും ഇൻഡസ്ട്രി കുറച്ചത് മൂലം ഇൻഡസ്ട്രിയൽ സെക്ടർ ഡൊമസ്റ്റിക്കലി ആൻഡ് ഇന്റർനാഷണലി വളരെയധികം കോമ്പറ്റീറ്റീവ് ആവാനുള്ള അവസരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഡീറെഗുലേഷൻ ഓഫ് എക്കോണമി, അതായത് ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് റിക്വയർമെന്റ് അബോളിഷ് ചെയ്തു എക്സെപ്റ്റ് ഫോർ 5 പ്രോഡക്റ്റ് കാറ്റഗറീസ്. ബാക്കി എല്ലാത്തിനും ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് റിക്വയർമെന്റ് അബോളിഷ് ചെയ്തു. വേറൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ഫ്രം 17 to 2. ഇപ്പൊ 2 ഇൻഡസ്ട്രീസ് മാത്രമാണ് റിസർവ് ഫോർ ദ പബ്ലിക് സെക്ടർ. അടുത്ത മൂന്നാമത് വരുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് എന്റർപ്രൈസ് റിഫോംസ് ആണ്. അപ്പൊ ആസ് വി നോ ദ പബ്ലിക് സെക്ടർ വാസ് ഒറിജിനലി ഇന്റൻഡഡ് ടു ബി ദ എൻജിൻ ഓഫ് സെൽഫ് സസ്റ്റെയിൻഡ് എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള എൻജിനായിട്ട് കൺസിഡർ ചെയ്തിരുന്നത് പബ്ലിക് സെക്ടറിനെയാണ്. പക്ഷേ പബ്ലിക് സെക്ടർ ഫെയിൽ ടു ജനറേറ്റ് സഫീഷ്യന്റ് ഇന്റേണൽ റിസോഴ്സസ് ഫോർ ദെയർ ഓൺ എക്സ്പാൻഷൻ. അത് ഗവൺമെന്റിന് മേലെ ഒരു ബേർഡൻ ആവുന്ന സിറ്റുവേഷൻ വന്നു. അപ്പൊ റിഫോംസിന്റെ ഭാഗമായിട്ട് പബ്ലിക് സെക്ടറിന് കൂടുതൽ മാനേജറിയൽ ഓട്ടോണമി കൊടുക്കാനുള്ള, കൂടുതൽ എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ മാനേജറിയൽ ഓട്ടോണമി കൊടുക്കാൻ തീരുമാനിച്ചു. പ്ലസ് പ്രൊമോഷൻ ഓഫ് ഇൻക്രീസ്ഡ് പ്രൈവറ്റ് സെക്ടർ കോമ്പറ്റീഷൻ, പ്രത്യേകിച്ച് സോഷ്യൽ കൺസിഡറേഷൻസ് അത്ര പ്രോമിനന്റ് അല്ലാത്ത ഏരിയാസിൽ
പ്രൈവറ്റ് കോമ്പറ്റീഷൻ എൻകറേജ് ചെയ്തു. പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പാർഷ്യൽ ഡൈവെസ്റ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി ഇൻ സെലക്ടഡ് എന്റർപ്രൈസസ്, അതും ഒരു മെയിൻ സ്റ്റെപ്പാണ്. പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റെഗുലർലി ഇപ്പൊ ന്യൂസിലൊക്കെ ഉള്ള ഒരു ടോപ്പിക്കാണ്. അടുത്ത് വരുന്നത് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആണ്. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിന് വേണ്ടി 2 കമ്മിറ്റീസ് ആണ് ഫോം ചെയ്തത്. ഒന്ന് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ 1991, പിന്നെ ബാങ്കിങ് സെക്ടർ റിഫോംസ് കമ്മിറ്റി 1998. രണ്ടും നരസിംഹം കമ്മിറ്റീസ് തന്നെയാണ്. അപ്പൊ ഫിനാൻഷ്യൽ സിസ്റ്റം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് 1991 തന്നെ വന്നു. ഇറ്റ് വാസ് ദ ബേസിസ് ഫോർ ഇൻട്രൊഡ്യൂസിംഗ് റിഫോംസ് ഇൻ ദ ബാങ്കിങ് സെക്ടർ. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് വന്നത് SLR ആൻഡ് CRR റേറ്റ്സ്. വളരെ 1980s വളരെ ഹൈ ആയിരുന്ന SLR ആൻഡ് CRR റേറ്റ്സ് ബാങ്ക്സിന്റെ പ്രോഫിറ്റബിലിറ്റി വളരെയധികം ബാധിക്കുകയും അതുകൊണ്ട് തന്നെ ബാങ്ക്സ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ചാർജ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണ് 1980s ഉണ്ടായിരുന്നത്. അപ്പൊ സബ്സിക്വന്റ്ലി വളരെ ഫേസ്ഡ് മാനറിൽ SLR ആൻഡ് CRR ഹാസ് ബീൻ കട്ട് ഡൗൺ. പിന്നെ RBI ഹാസ് ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡൻഷ്യൽ നോംസ്, ഇൻകം റെക്കഗ്നിഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്, പ്രൊവിഷനിങ് ഓഫ് ബാഡ് ഡെറ്റ്സ്, ക്യാപിറ്റൽ അഡക്വസി, ഇതിനൊക്കെ പുതിയ നോംസ് കൊണ്ടുവന്നു. മിനിമം ക്യാപിറ്റൽ സ്റ്റാൻഡേർഡ്സ് ബേസൽ കമ്മിറ്റി നോംസ് അനുസരിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെത്തഡോളജി ഈസ് ചെയ്തു, ലിബറലൈസ് ചെയ്തു. അതുപോലെ ഗൈഡ് ലൈൻസ് ഫോർ സെറ്റിംഗ് ഓഫ് ബാങ്ക്സ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ വർ ഓൾസോ അനൗൺസ്ഡ്. പിന്നെ നമ്പർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് സ്ലാബ്സ്, അതായത് 1989-90 20 സ്ലാബ്സ് ഉണ്ടായിരുന്നത് കട്ട് ഡൗൺ ചെയ്ത് 1994-95 ആയപ്പോഴേക്കും 2 സ്ലാബ്സ് ആയിട്ട് കുറച്ചു. അപ്പൊ that was done with an attempt to unify the interest rate structure. 1998 ബാങ്കിങ് സെക്ടർ റിഫോംസ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. ഇറ്റ് വാസ് with an aim for a movement to global integration of financial services. ഫിനാൻഷ്യൽ സർവീസസിന്റെ ഗ്ലോബൽ ഇന്റഗ്രേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസിന് വേണ്ടിയാണ് കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ് 1998 കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ റെക്കമെൻഡേഷൻസ് വളരെ റെലവെന്റ് ആണ്. ബിക്കോസ് ഇപ്പോഴത്തെ കറന്റ്ലി ഉള്ള റീക്യാപിറ്റലൈസേഷൻ, ബാങ്ക് മെർജർ, അതൊക്കെ അതിനകത്ത് റെക്കമെൻഡേഷൻസിന്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ബാങ്ക്സ് ഷുഡ് ബി മെർജ്ഡ് ആൻഡ് റിലേറ്റീവ്ലി വീക്ക് ആയിട്ടുള്ള അൺവയബിൾ ആയിട്ടുള്ള ബാങ്ക്സ് ക്ലോസ് ഡൗൺ ചെയ്യുക. 2-3 ഒരു 3-ടയർ ബാങ്കിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് 2-3 ബാങ്ക്സ് ഇന്റർനാഷണൽ ഓറിയന്റേഷൻ ഉള്ള ബാങ്ക്സ് ആയിട്ട് റേസ് ചെയ്യുക. 8 to 10 നാഷണൽ ബാങ്ക്സ് ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് ലോക്കൽ ബാങ്ക്സ്. അങ്ങനെ ഒരു 3-ടയർ സ്ട്രക്ചർ ആണ് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. പിന്നെ പുതിയ ഹയർ ആൻഡ് ന്യൂ നോംസ് ഫോർ ക്യാപിറ്റൽ അഡക്വസി വെയർ റെക്കമെൻഡഡ്. പിന്നെ റീക്യാപിറ്റലൈസേഷനെ പറ്റി കമ്മിറ്റി പറഞ്ഞിരുന്നത് ബഡ്ജറ്ററി സപ്പോർട്ട് ഫോർ റീക്യാപിറ്റലൈസേഷൻ ഇസ് നോട്ട് വയബിൾ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, റീക്യാപിറ്റലൈസേഷൻ ഷുഡ് നോട്ട് ബി അഡോപ്റ്റഡ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ക്രെഡിറ്റ് റിക്കവറിക്കുള്ള ലീഗൽ ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡൊക്കെ ഇപ്പൊ സ്ഥിരം ന്യൂസിൽ കറണ്ട് അഫയറിൽ ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത്രയാണ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൽ വരുന്നത്. അപ്പൊ അടുത്ത് നോക്കുകയാണെങ്കിൽ ജനറേഷൻസ് ഓഫ് റിഫോംസ് ആണ് വരുന്നത്. ജനറേഷൻസ് ഓഫ് റിഫോംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ഒരു ടൈം പീരീഡ് ആയിട്ട്, ഒരു ടൈം ലൈൻ ആയിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നോട്ട്സിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ 4 ജനറേഷൻസ് ഓഫ് റിഫോംസ് ആണ് മെയിൻലി ഉള്ളതായിട്ട് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ റിഫോംസ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി എന്നുള്ള നെയിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 1991 തൊട്ട് 2000 വരെയുള്ള പീരീഡ് ആണ് അത് കവർ ചെയ്യുന്നത്. ഇപ്പൊ 2000 ആയപ്പോഴാണ് അഡീഷണൽ ആയിട്ട് പിന്നെയും റിഫോംസ് ആവശ്യമുണ്ട്, ഒരുപാട് ഏരിയാസ് ലാക്കിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയാണ് 2000 to 2001 സെക്കൻഡ് ജനറേഷൻ റിഫോംസ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞ ഏരിയാസ് തന്നെയാണ്. പിന്നെ വരുന്നത് തേർഡ് ജനറേഷൻ റിഫോംസ് ഒരു 10th പ്ലാനിന്റെ ടൈം പീരീഡിലാണ് തേർഡ് ജനറേഷൻ റിഫോംസ് വരുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ്. സോ ദാറ്റ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രോത്ത് റീച്ച് ദ ഗ്രാസ് റൂട്ട്സ്. ഏറ്റവും താഴെ ഉള്ള ലെവലിൽ വരെ റിഫോംസിന്റെ ബെനിഫിറ്റ് എത്തുക എന്നുള്ള ഒരു എയിമോടെ എടുത്ത മെഷേഴ്സ് ആണ് തേർഡ് ജനറേഷൻ റിഫോംസിൽ വരിക. അപ്പോൾ ഒരു ഇൻക്ലൂഷൻ എന്നുള്ള ഐഡിയ ആണ് അതിൽ വരുന്നത്. പിന്നെ ഫോർത്ത് ജനറേഷൻ റിഫോംസ് പറയുകയാണെങ്കിൽ അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള റിഫോം ജനറേഷൻ ഒന്നുമല്ല. ഏർലി 2002 ഫോർത്ത് ജനറേഷൻ റിഫോംസിന്റെ കണ്ടുവരുന്നത്. അപ്പൊ അതൊരു ഫുള്ളി ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾഡ് ഇന്ത്യ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള മെഷേഴ്സ് ആണ് ഫോർത്ത് ജനറേഷൻ റിഫോംസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് മെയിൻലി അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഹാസ് എ കണക്ഷൻ വിത്ത് എക്കണോമിക് ഗ്രോത്ത്. ദാറ്റ് ഇസ് എ 2-way കണക്ഷൻ ബിറ്റ്വീൻ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ്
എക്കണോമിക് ഗ്രോത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പം അത് ഇറ്റ് ഈസ് റെലവെന്റ് ബിക്കോസ് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ വളരെയധികം കറണ്ട് അഫയേഴ്സിലുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഇറ്റ് ഈസ് റെലവെന്റ്. Recent yearsly there has been a lot of economic reforms. For example, black money target ചെയ്ത demonetization, planning commission was replaced by the Niti Aayog, insolvency and bankruptcy code, one nation one tax എന്ന മോട്ടോയോടെ GST was introduced, പിന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, ഇങ്ങനെയുള്ള നോവൽ സ്കീംസ് എക്സെട്ര. അപ്പോൾ അതൊക്കെ റെലവെന്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രിട്ടിക്കൽ അസസ്മെന്റ്, ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് എക്കണോമിക് റിഫോംസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വി ആർ ലുക്കിംഗ് അറ്റ് ദ പോസിറ്റീവ്സ്. ഹയർ ഗ്രോത്ത് ഇൻ ദ റിഫോം പീരിയഡ്. ഡെഫിനറ്റ്ലി എക്കണോമിക് റിഫോംസിന്റെ പീരിയഡ് സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് റേറ്റ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് GDP ഹാസ് which was 3.4% during 1960s and 1970s. അതിപ്പോൾ 7 to 8% വരെ ഗ്രോത്ത് വി ഹാവ് സീൻ ഇൻ ഇന്ത്യൻ എക്കോണമി. ഓൾസോ റീസെന്റ് ഇയേഴ്സിൽ ഇന്ത്യ ഹാസ് ബീൻ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമീസ് അമംഗ് മേജർ എക്കോണമീസ് ഓഫ് ദ വേൾഡ്. 17th റാങ്ക് ആയിരുന്നു 1991 17th റാങ്ക് ആയിരുന്ന ഇന്ത്യൻ എക്കോണമി ഇപ്പോൾ 5th റാങ്ക് ഇൻ ദ വേൾഡ് ആയിട്ട് ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ്. Poverty reduction has been there. A staggering 46.1% 1991 ഉണ്ടായിരുന്ന poverty has come down to a great extent. Forex reserves we have already seen $2.2 billion മാത്രമായിരുന്നു 1991 $2.2 million മാത്രം ഉണ്ടായിരുന്ന forex reserve has now increased to over $500 billion. Life expectancy has shown improvement. 58 years നിന്ന് 69 years ആയിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ലൈസൻസ് രാജ് അവസാനിപ്പിച്ചു എന്നുള്ളത് റിഫോംസിന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. ഇപ്പോൾ ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ് ഒക്കെ മാറി ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഒരു ഇംപെറ്റസ് കൊടുക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ എൻട്രിങ് FDI വന്നത് കാരണം ഒരുപാട് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, ന്യൂ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ഹാവ് ഡെവലപ്ഡ് ഇൻ ദ കൺട്രി. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യുന്ന ഒരു പോളിസി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് പ്രഷർ സ്റ്റേറ്റിൽ നിന്ന് മാറി പ്രൈവറ്റ് സെക്ടറിലേക്ക് ലൈക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇക്കോണമി ട്രാൻസിഷൻ ചെയ്തു. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഗവൺമെന്റിന്റെ കയ്യിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ സോഷ്യൽ സെക്ടർ എക്സ്പെൻഡിച്ചറിനുള്ള സോഷ്യൽ സെക്ടർ സ്പെൻഡിങ്ങിന് ഫണ്ട്സ് എക്സ്ട്രാ ആയിട്ട് അവൈലബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ആൻഡ് ബാങ്കിങ് റിഫോംസ് ഹാസ് എ വെരി ഹ്യൂജ് കോൺട്രിബ്യൂഷൻ. SLR ആൻഡ് CRR വളരെയധികം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് റിഫോംസ് നോക്കുകയാണെങ്കിൽ സെബി 1992 ലീഗൽ ബാക്കിംഗ് കിട്ടി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്സിന്റെ റെഗുലേറ്റർ ആക്കി മാറി. Capital market reforms കാരണം തന്നെ a lot of middle class people have come into the capital market. They have started participating in capital market. പിന്നെ മാനുഫാക്ചറിങ് ഔട്ട്പുട്ടിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1991 ആഫ്റ്റർ 1991 ഓൾമോസ്റ്റ് 7 to 8% ആയിട്ടുള്ള ആനുവൽ ഗ്രോത്ത് റേറ്റ് മാനുഫാക്ചറിങ് ഔട്ട്പുട്ടിലുണ്ട്. ആൻഡ് ഓൾസോ there is a large variety and quality of goods produced. Since there has been a lot of competition പ്രൈവറ്റ് സെക്ടറിന് ഇൻഡസ്ട്രീസ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും there will be a high level of കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ തന്നെ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓരോ ഫേം അവരുടെ വെറൈറ്റി ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. അടുത്ത് നമ്മൾ നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ there has been a very low rate of increase in average per capita expenditure and real wages. അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് എക്കണോമിക് റിഫോംസ് ആണ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പോസിറ്റീവ്സ് നോക്കാം. പോസിറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ദർ ഹാസ് ഡെഫിനറ്റ്ലി ബീൻ എ ഹയർ ഗ്രോത്ത് ഇൻ ദ പോസ്റ്റ് റിഫോം പീരിയഡ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇന്ത്യൻ എക്കോണമി വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. 1970s 60s ഒക്കെ 3.4% ആയിരുന്ന ഗ്രോത്ത് റേറ്റ് ഓഫ് GDP ഹാസ് ഇൻക്രീസ്ഡ് എ ലോട്ട്. 7 to 8% വരെ GDP growth rate has increased. And also in recent years, Indian economy has been the fastest growing economy among major economies of the world. 1991 17th റാങ്കിങ് ഉണ്ടായിരുന്ന ഇന്ത്യൻ എക്കോണമി ഇപ്പോൾ 5th റാങ്ക് ആണ് വേൾഡിൽ എൻജോയ് ചെയ്യുന്നത്. പോവർട്ടി, there was a lot of poverty reduction. ഒരു സ്റ്റാഗറിംഗ് 46.1% ആയിരുന്ന in 1991 ആയിരുന്ന പോവർട്ടി റേറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ്. ഫോറക്സ് റിസർവ്സ് വി ഹാവ് ഓൾറെഡി സീൻ $2.2 billion മാത്രമായിരുന്ന ഫോറക്സ് റിസർവ്സ് ഇപ്പോൾ അബവ് $500 billion ആണ്. ലൈഫ് എക്സ്പെക്ടൻസി ഹാസ് ഇംപ്രൂവ്ഡ്. ദെൻ റിഫോംസിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺട്രിബ്യൂഷൻ ആണ് എൻഡ് ഓഫ് ലൈസൻസ് രാജ്. ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ് ഒക്കെ മാറ്റി ഇൻഡസ്ട്രിയൽ സെക്ടർ കുറച്ചും കൂടെ ലിബറലൈസ് ചെയ്തത് വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്.
Then entering of FDI in the country, which has helped in surging of different industrial sectors. ആൻഡ് അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് സ്ട്രെസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ എക്കോണമി പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ അപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ദ ഗവൺമെന്റ് ഹാസ് ബീൻ ഫ്രീ ഫ്രം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് റെസ്പോൺസിബിലിറ്റി മൊത്തമായിട്ട് ഗവൺമെന്റിൽ നിന്ന് ഇറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫർ ടു ദ പ്രൈവറ്റ് സെക്ടർ. ആൻഡ് ഇത് കാരണം തന്നെ ഗവൺമെന്റ് ഹാസ് ഫണ്ട്സ് അവൈലബിൾ ഫോർ സോഷ്യൽ സെക്ടർ ഡെവലപ്മെന്റ്. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളിലേക്ക് അല്ലെങ്കിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള മേഖലകളിലേക്ക് സ്പെൻഡിങ് ചാനലൈസ് ചെയ്യാൻ ഗവൺമെന്റിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ആൻഡ് വി ഹവ് ഓൾറെഡി സീൻ ബാങ്കിങ് റിഫോംസ് കാരണം SLR, CRR എല്ലാ റേറ്റ്സും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫേസ്ഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് റിഫോംസ് ഹാസ് ബീൻ വെരി ഹെൽപ്ഫുൾ. മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളെയൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. SEBI was given legal backing in 1992 and became the sole regulator of capital markets in India. Dematerialization of shares പോലെയുള്ള മെഷേഴ്സ് കാരണം ഒരു ലാർജ് പൂൾ ഓഫ് പീപ്പിൾ ഹാസ് സ്റ്റാർട്ടഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഫെയർലി ഒരു 7 to 8% ആയിട്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് മാനുഫാക്ചറിംഗിൽ കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ another important point is that there has been improvement in the quality and variety of goods available or goods produced. പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുക്കുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അങ്ങനെ ക്വാളിറ്റിയും വെറൈറ്റിയും ഇൻക്രീസ് ചെയ്യുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഇനി അടുത്ത് നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ദർ ഹാസ് ബീൻ എ വെരി ലോ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ആവറേജ് പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ആൻഡ് റിയൽ വേജസ്. അതായത് റിഫോംസ് കാരണം മിഡിൽ ക്ലാസിന്റെ ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായെങ്കിലും പുവർ ക്ലാസ്സസ് അല്ലെങ്കിൽ പുവർ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷന്റെ പുറത്ത് റിഫോംസിന്റെ ഇമ്പാക്ട് വളരെ ലോ ആണ്. ആൻഡ് ദേ ആർ സ്റ്റിൽ ഹാവിംഗ് വെരി അബിസ്മൽ ലിവിംഗ് കണ്ടീഷൻസ്. NSS ഡേറ്റ നോക്കുകയാണെങ്കിൽ ആവറേജ് പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ഇൻ റൂറൽ ഏരിയാസ് വളരെ വളരെ സ്ലോ ആയിട്ടാണ്, ലോ റേറ്റിൽ മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് അടുത്തൊരു പോയിന്റ്, ദർ ഹാസ് ബീൻ എ മേജർ സ്ലോ ഡൗൺ ഇൻ ഗ്രോത്ത് ഓഫ് റിയൽ അഗ്രികൾച്ചറൽ വേജസ് ഇൻ ദ പോസ്റ്റ് റിഫോം പീരിയഡ്. 2006 MG നരേഗ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് റിയൽ അഗ്രികൾച്ചറൽ വേജസ് പിക്കപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ബാക്കി എക്കോണമിയുടെ പാർട്സിലും, അതായത് ഇൻഫോർമൽ സെക്ടറിൽ എസ്പെഷ്യലി കാഷ്വൽ ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സിന് റിയൽ വേജ് റേറ്റ് ഹാസ് ബീൻ വെരി ലോ. അടുത്തത് പറയുകയാണെങ്കിൽ ജോബ്ലെസ് ഗ്രോത്ത് ത്രൂ ഔട്ട് ദ പോസ്റ്റ് റിഫോം പീരിയഡ് ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ജോബ്ലെസ് ഗ്രോത്ത് ആൻഡ് ഇൻക്രീസ്ഡ് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്കേഴ്സ്. അതായത് ഇൻഫോർമൽ സെക്ടറിലോട്ട് ഒരുപാട് ആളുകൾ പോകുന്നതായിട്ടും ആൻഡ് ഓൾസോ ഇൻഫോർമൽ സെക്ടറിലുള്ള വർക്ക് ക്വാളിറ്റിയും വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു എക്സിസ്റ്റിംഗ് ജോബ്സിന്റെ തന്നെ വർക്ക് ക്വാളിറ്റി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഗ്രോയിങ് ഇൻഇക്വാളിറ്റീസ്. റീസെന്റ് റിലീസ് ചെയ്ത ഓക്സ്ഫാം റിപ്പോർട്ട് അനുസരിച്ച് India's richest 1% hold more than 4 times the wealth held by 953 million people who make up for the bottom 70%. അത്രയും വലിയ ഒരു വൈഡ് ആയിട്ടുള്ള ഗ്യാപ്പ് ഇൻഇക്വാളിറ്റി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അടുത്തത് പുവർ ലിവിംഗ് കണ്ടീഷൻസ് ഇൻ മേജർ സ്റ്റേറ്റ്സ്, അതായത് ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിലൊക്കെ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഹാവ് ബീൻ വെരി പുവർ ഫോർ എ ലോങ് ടൈം. നെഗ്ലക്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഇസ് വെരി വെരി ലോ. പിന്നെ ഒരു ആനുവൽ സ്റ്റേറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 2020 റിലീസ് ചെയ്ത ഏസർ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഫ്ലാഗ്സ് പുവർ ലേണിംഗ് കണ്ടീഷൻസ് ഇൻ സ്കൂൾസ്. ഇത്രയും റിഫോം പീരിയഡ്, പോസ്റ്റ് റിഫോം ഇത്രയും വർഷമായിട്ടും ദർ ഹാസ് നോട്ട് ബീൻ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ നെഗറ്റീവ് തന്നെയാണ്. ദെൻ ദർ വാസ് വൈഡ് സ്പ്രെഡ് മാൽ ന്യൂട്രീഷൻ ആൻഡ് അണ്ടർ ന്യൂട്രീഷൻ. ഇന്ത്യയിലാണ് ഏറ്റവും there's a very high proportion of undernourished children than any other country in the world. That is a very bad situation. അടുത്തത് സസ്റ്റൈനബിലിറ്റി ഓഫ് ഗ്രോത്ത്. എത്രത്തോളം എൻവയൺമെന്റലി സസ്റ്റൈനബിൾ ആണ് ഗ്രോത്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ദ EIA ഡ്രാഫ്റ്റ് 2020 ഹാസ് ബീൻ റിലീസ്ഡ്. അപ്പോൾ ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ കോട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഡീറ്റെയിൽസ് ഒക്കെ നോട്ട്സിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കാം. അപ്പം നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. UPSCയുടെ സിവിൽ സർവീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഗ്ലോബലൈസേഷൻ ഹാസ് ലെഡ് ടു ദ റിഡക്ഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ദ ഫോർമൽ സെക്ടർ ഓഫ് ദ ഇന്ത്യൻ എക്കോണമി? ഇസ് ഇൻക്രീസ്ഡ് ഇൻഫോർമലൈസേഷൻ ഡെട്രിമെന്റൽ ടു ദ കൺട്രി? രണ്ട് പാർട്സ് ആണ് ക്വസ്റ്റ്യന് ഉള്ളത്. ഒന്ന്, എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ ഫോർമൽ സെക്ടറിലെ എംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്തത്? രണ്ട്, ഇൻക്രീസ്ഡ് ഇൻഫോർമലൈസേഷൻ രാജ്യത്തിന് നല്ലതാണോ ചീത്തയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്ലോബലൈസേഷൻ, അതിന്റെ കൂടെ ഉള്ള ഐഡിയാസ് ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. അതായത് കൺട്രോൾ ഓഫ് ഗവൺമെന്റ് വളരെ ലെസ് ആണ്, എക്കണോമിയിൽ ഗവൺമെന്റ് കൺട്രോൾ വളരെ ലെസ് ആണ്, ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻവോൾവ്മെന്റ് കൂടുതലായിട്ട് വരുന്നു. അപ്പൊ അതൊന്ന് ഇൻട്രൊഡക്ഷനിൽ എന്താണെന്ന് ജസ്റ്റ് 1-2 സെന്റൻസസിൽ എഴുതുക, ലോങ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ. പിന്നെ ഗ്ലോബലൈസേഷൻ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഗ്രോയിങ് ഇൻഫോർമലൈസേഷൻ ആണ്. ഗവൺമെന്റ് ഡേറ്റ തന്നെ പറയുന്നത് ദർ ഇസ് ഗ്രോയിങ് ഇൻഫോർമലൈസേഷൻ ഇൻ എക്കോണമി എന്നാണ്. പിന്നെ റീസൺസ് ഫോർ ലെസ്, എന്തുകൊണ്ടാണ് ഫോർമൽ സെക്ടറിൽ കുറച്ച് ജോലി അല്ലെങ്കിൽ കുറച്ച് ജോബ് ക്രിയേഷൻ വളരെ കുറവായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമുക്ക് പറയാവുന്നത് FDI ഇൻഫ്ലോസ് കൂടുതലായിട്ടും ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ലേബർ എംപ്ലോയ്മെന്റ് വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള മേഖലകളിലാണ് കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻസിന്റെ എഡ്യൂക്കേഷൻ, മെജോറിറ്റി ഓഫ് ഇന്ത്യൻ പോപ്പുലേഷന്റെ വർക്കിംഗ് പോപ്പുലേഷൻ സ്കിൽഡ് അല്ല. ഇൻ ഓർഡർ ടു മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ച് സ്കിൽഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേ ആർ അൺഎംപ്ലോയബിൾ ഇൻ മോഡേൺ ഇൻഡസ്ട്രീസ്. പിന്നെ കമ്പനീസിന് തന്നെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി വന്നിട്ടുണ്ട്, ഔട്ട്സോഴ്സിങ്, സബ് കോൺട്രാക്ടിങ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി വന്നിട്ടുണ്ട്. ഓൾസോ കോൺട്രാക്ട് വർക്കേഴ്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലേബർ അങ്ങനെയൊക്കെ ടെമ്പററി വർക്കേഴ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, അങ്ങനെ ഒരു ടെൻഡൻസിയാണ് കുറച്ചുകൂടെ കോസ്റ്റ് സേവിങ്ങിന് വേണ്ടി അങ്ങനെ ഒരു ടെൻഡൻസിയാണ് ഫേംസിൽ കാണുന്നത്. പെർമനന്റ് ആയിട്ട് ആളെ എടുക്കുന്നതിന് പകരമായിട്ട് കോൺട്രാക്ട് വർക്കേഴ്സ് അല്ലെങ്കിൽ ടെമ്പററി വർക്കേഴ്സ് അതൊക്കെയാണ് കൂടുതലായിട്ടും ഇക്കോണമിയിൽ കണ്ടുവരുന്നത്. ഓൾസോ റെഗുലേറ്ററി ഏജൻസീസിന്റെ, അതായത് ലേബർ വെൽഫെയർ എൻഷുർ ചെയ്യേണ്ട റെഗുലേറ്ററി ഏജൻസീസിന്റെ പവർ കുറച്ച് വീക്കൻ ആവുന്നതായിട്ടാണ് പോസ്റ്റ് റിഫോം പീരീഡിൽ കാണുന്നത്. ഇനി അടുത്തതായിട്ട് വൈ ഇൻഫോർമലൈസേഷൻ ഇസ് ഡെട്രിമെന്റൽ ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു റീച്ച് എവറി പേഴ്സൺ ഇൻ ദ കൺട്രി. ദേ ഹാസ് ടു ബി എ എലമെന്റ് ഓഫ് ഇൻക്ലൂഷൻ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇൻഫോർമലൈസേഷൻ ഒരുപാട് കൂടുതലായിട്ട് വരുമ്പോഴേക്കും പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ദ ബെനിഫിറ്റ്സ്, എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നു. പ്ലസ് ദർ ഇസ് ഇൻകം ആൻഡ് റിസോഴ്സ് ഇൻഇക്വാലിറ്റി, അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻഇക്വാലിറ്റി, ബട്ട് ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി എഫക്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് അവർ കൺട്രി. നമ്മുടെ ഓക്സ്ഫാം റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ്, അപ്പൊ അതൊക്കെ ആൻസറിൽ കോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഇന്ത്യയുടെ ഒരു മേജർ അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ യങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂത്ത് വളരെയധികം അവർക്ക് സെക്യൂർ ജോബ്സ് ഇല്ലാതെ വരുമ്പോഴേക്കും ഇറ്റ് വിൽ എഫക്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു റിസെന്റ്മെന്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പിന്നെ ഒരു പോയിന്റ് പറയാവുന്നത് ജെൻഡർ റിലേറ്റഡ് ആണ്. അതായത് ഇൻഫോർമൽ സെക്ടറിൽ മോസ്റ്റ്ലി മെജോറിറ്റി വർക്ക് ചെയ്യുന്നത് വിമൻ ആണ്. അപ്പോൾ കൂടുതലും ഇൻഫോർമലൈസേഷൻ വരുമ്പോഴേക്കും വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ നമുക്ക് നേരെ അഡ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. ആൻഡ് ലാസ്റ്റ് ഫോർമലൈസേഷന്റെ ഇമ്പോർട്ടൻസ് എക്കോണമിയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ഐഡിയയിൽ വേണം ആൻസർ കൺക്ലൂഡ് ചെയ്യാൻ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എക്സാമിൻ ദ ഇമ്പാക്ട് ഓഫ് ലിബറലൈസേഷൻ ഓൺ കമ്പനീസ് ഓൺഡ് ബൈ ഇന്ത്യൻസ്, ആർ ദേ കമ്പീറ്റിംഗ് വിത്ത് ദ MNCs സാറ്റിസ്ഫാക്ടറിലി. ഇതിനും 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ ആദ്യം ഇമ്പാക്ട് ഓഫ് ലിബറലൈസേഷൻ ഓൺ ഓൺ ഇന്ത്യൻ കമ്പനീസ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു കാര്യം പറയേണ്ടത്, ഇന്ത്യൻ കമ്പനീസ് സൈസ് ഡിസഡ്വാൻറ്റേജസ് ഉള്ള കമ്പനീസ് ആണ് മേജർലി ഉള്ളത്. കൂടുതൽ കമ്പനീസും ലെസ് സൈസ് സ്മോൾ സൈസ് കമ്പനീസ് ആണ് കമ്പയർഡ് ടു ദ MNCs. പിന്നെ ഒരുപാട് നാൾ ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് എൻവയൺമെന്റ് എൻജോയ് ചെയ്തതിൻ്റെതായ ഡിഫക്ട്സ് ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടറിനുണ്ട്, ഓർ ഇന്ത്യൻ കമ്പനീസിനുണ്ട്. പിന്നെ അവർക്കുള്ള കോസ്റ്റ് ലോവർ, അതായത് സ്മോളർ ഫേംസ് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും. ഓൺ ദി അതർ ഹാൻഡ് MNCസിന് വളരെയധികം അവരുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ വലുതായതുകൊണ്ട് തന്നെ കമ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോമ്പറ്റീഷനിലൂടെ പ്രൈസ് കട്ട് അങ്ങനെയുള്ള പ്രിഡേറ്ററി പ്രൈസിങ് അങ്ങനെയുള്ള പോളിസീസിലൂടെയൊക്കെ ഇന്ത്യൻ കമ്പനീസിനെ വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട് അവർക്ക് ഈസിലി പോസിബിൾ ആണ്. പിന്നെ ഇന്ത്യയിലെ റിജിഡ് ലേബർ ലോസ് ഹാസ് ബീൻ മേജർ കൺസ്ട്രെയിന്റ് ഫോർ ഇന്ത്യൻ കമ്പനീസ്. പിന്നെ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ MNCs വളരെ പവറുള്ള, പൊളിറ്റിക്കൽ ആണെങ്കിലും എല്ലാ രീതിയിലും പവറുള്ള, ലോബിങ് നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ കൂടുതൽ കൺസെഷൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആർ ഇന്ത്യൻ കമ്പനീസ് കമ്പീറ്റിംഗ് വിത്ത് MNCs സാറ്റിസ്ഫാക്ടറിലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, മെനി കമ്പനീസ്, ഇന്ത്യയിലെ പല കമ്പനീസ് തന്നെ ഗ്ലോബൽ ജയൻസ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്ത്യൻ കമ്പനീസ് ഹാവ് അക്വയർഡ് ഫോറിൻ കമ്പനീസ്, അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്കണോമിക് ഗ്രോത്ത് കാരണം അവരുടെ പ്രോഫിറ്റ്സും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ MNCs ഒക്കെ വരുമ്പോഴേക്കും അവരുടെ നമ്മുടെ വർക്ക് കൾച്ചർ അതുപോലെ
ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ഹയർ മാനേജറിയൽ സ്കിൽസ്, ബെറ്റർ ഗവർണൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട്, അതായത് MNCസിന്റെ ലെവലിലേക്ക് ഇന്ത്യൻ കമ്പനീസ് ഉയരുന്ന ഒരു സിറ്റുവേഷനും വരുന്നതായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, ദ ലെസൺ ഓഫ് ദ കറന്റ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇസ് ദാറ്റ് ഇന്ത്യ ഷുഡ് ഹോൾട്ട് ആൻഡ് മേ ബി ഈവൻ റിവേഴ്സ് ഫിനാൻഷ്യൽ ലിബറലൈസേഷൻ. ഇത് 2009 ക്വസ്റ്റ്യൻ ആണ്. അതായത് 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ കോണ്ടെക്സ്റ്റിലാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ COVID-19 ക്രൈസിസിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. മോഡൽ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മോഡ്യൂൾ എഴുതാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് എക്സാമ്പിൾസ് വെച്ച് കുറച്ച് എക്സാമ്പിൾസ് മാക്സിമം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഓരോ സെക്ടർ കവർ ചെയ്യുമ്പോഴും ഫർദർ മോഡ്യൂൾസ്, അതായത് ഇനിയുള്ള മോഡ്യൂൾസ് കവർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ കറന്റ് അഫയേഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് മേജർ റിഫോംസ് എന്തൊക്കെയാണ് ആ സെക്ടറിൽ വന്നത് എന്നുള്ളത് അതിനോടൊപ്പം ഡിസ്കസ് ചെയ്ത് പോവാം. താങ്ക് യു സോ മച്ച്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്സസ്.